അതെ, നമ്മളുടെ പ്രസംഗ മത്സരങ്ങളിൽ, മലയാള പ്രസംഗ മത്സരങ്ങളിൽ പ്രത്യേകിച്ചും നമ്മുടെ മുമ്പിൽ 3 ജഡ്ജിമാരുണ്ടാവും. അവർ ഒരു പേപ്പറുമായിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. എന്താണ് അതിൽ വിലയിരുത്തുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾക്ക് പലർക്കും അറിവില്ലായിരിക്കും. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിൽ 20 മാർക്ക് വീതമുള്ള 2 കാര്യങ്ങളും 15 മാർക്ക് വീതമുള്ള 4 കാര്യങ്ങളുമാണ് വിലയിരുത്തുന്നത്. 100 മാർക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആൾക്കായിരിക്കും 1ാം സ്ഥാനം. അതിനുശേഷം 2ാം സ്ഥാനം, 3ാം സ്ഥാനം, പിന്നെ ഗ്രേഡുകളാണ് നിശ്ചയിക്കുക. പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് ഉള്ളത്. അതിലൊന്ന്, സഭാകമ്പമില്ലാതെ സംസാരിക്കാനുള്ള കഴിവ്, അഥവാ സ്റ്റേജ് ഫിയർ ഇല്ലാതെ സംസാരിക്കാനുള്ള കഴിവ്. 2ാമത്, അക്ഷരസ്ഫുടത അല്ലെങ്കിൽ വോയിസ് ക്ലാരിറ്റി. 3ാമത്തെ കാര്യം, ഭാഷാശുദ്ധി. 4ാമത്, ആശയസ്ഫുടത. പോയിന്റ്, സന്ദർഭത്തിന് അനുസരിച്ചുള്ള ശബ്ദ നിയന്ത്രണം. അവസാനത്തതും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള പോയിന്റാണ് ധാരാവാഹിത്വം. ഈ ഓരോ പോയിന്റുകളും അടുത്തടുത്ത വീഡിയോകളിൽ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ ഫോളോ മീ.